ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ ആദ്യമായിട്ട് നമ്മുടെ വാഷ് ബേസിന്റെ സൈഡിൽ ടവലോ ഈ ടവൽ വേണമെങ്കിൽ നമുക്ക് കിച്ചണിലും ഇടാം. പിന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈയൊക്കെ തുടയ്ക്കാനൊക്കെ ഇടാൻ പറ്റും കേട്ടോ. വാഷ്റൂമിന്റെ ഏരിയയിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള നല്ല ടവൽസ് ആണ് കേട്ടോ. ഇതിനകത്ത് നന്നായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യും. ഇതിന്റെ അകത്ത് ബാക്കിലുണ്ടല്ലോ ഇതുപോലെ നല്ല വെൽക്രോ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ട്, നല്ല ഭംഗിയായിട്ട് ഇതുപോലെ വെൽക്രോ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനേ. ഇത് വെൽക്രോ ഇങ്ങനെ അടച്ചാൽ മതി, അപ്പൊ അതിനകത്ത് കയറി അവിടെ ഇരുന്നോളും. നന്നായിട്ട് നീട്ടമുണ്ട് കേട്ടോ, നീട്ടം കുറവല്ല, നല്ല ഭംഗിയായിട്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യത്തിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് ലെങ്ത്തും ഉണ്ട് കേട്ടോ. നല്ല സാധാരണ നമുക്ക് ഇത്രയൊക്കെ ലെങ്ത് അല്ലേ വരുള്ളൂ, ഇപ്പൊ ഇച്ചിരും കൂടെ അങ്ങോട്ട് ലെങ്ത് ഉണ്ടായിക്കോട്ടെ. ഈ സമയത്ത് എന്താ പറയുന്നത്, പിള്ളേരൊക്കെ അതും ഇതൊക്കെ കഴിച്ചിട്ട് ഓടി വന്ന് കഴുകി പിന്നെ വന്ന് തുടയ്ക്കും. അപ്പൊ നല്ല ഇതുപോലത്തെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കയ്യിൽ കിങ് സൈസ് ബെഡ്ഷീറ്റ്, ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ പുതിയ പുതിയ കർട്ടൻസ്, റണ്ണേഴ്സ്, ടേബിൾ ക്ലോത്ത് എല്ലാം തന്നെ മാഗ്നിസ്കേപ്സിന്റെ കടയിൽ അവൈലബിൾ ആണ്. ഇവിടെ വന്ന് തൊട്ട് വാങ്ങിക്കാം. താഴെ കിടക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇത് ഞാൻ അവസാനം പറയുമ്പോഴില്ലേ, ചില സമയത്തുണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഇടയ്ക്ക് അങ്ങ് പറഞ്ഞതാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണമല്ലോ. ഇത് കണ്ടോ, ഇന്നത്തെ പ്രിന്റ് നല്ല ഭംഗിയായിട്ടൊരു സൈസ് ഇലയാണോ, ഇത് എന്തൊരു സൂത്രമാണെന്ന് അറിയത്തില്ല. എന്ത് പറഞ്ഞാലും ഇത് പ്രിന്റ് വന്നിരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ്, നല്ല രസത്തിലുള്ള ഒരു പ്രിന്റ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു ക്രീം കളർ ആട്ടോ. ഈ ക്രീം കളർ ബോർഡർ ഉണ്ടല്ലോ, ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, തിക്ക് ആയിട്ടുള്ളതല്ല. സെന്റർ പോർഷൻ നല്ല തിക്ക് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇത് ഇന്നിപ്പം ഞാൻ ആദ്യം കാണിക്കുന്നുണ്ടല്ലോ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് വന്നിട്ട് 100 × 108 ഇഞ്ചസ് ആണ്. അപ്പൊ നമ്മുടെ ഇച്ചിരി വലിയ അണ്ടക്കാട്ട ബെഡൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമുക്ക് ഈ മെഷർമെന്റ് കറക്റ്റാ. അപ്പൊ നമുക്കത് കയറ്റി വെച്ച് നന്നായിട്ട് ടക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിത് കറക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന്റെ മെഷർമെന്റിലുണ്ടല്ലോ ഒരു വ്യത്യാസവും, ലൈക്ക് ഈ പില്ലോ കവറിന്റെ മെഷർമെന്റ് ഉണ്ടല്ലോ, അതിന്റെ മെഷർമെന്റ് വന്നിട്ട് 17 × 27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും മാഗ്നിസ്കേപ്സ് പില്ലോ കവേഴ്സ് ഒക്കെ കുറച്ചുകൂടി വലുതാണ്. നല്ല ഭംഗിയായിട്ട് അകത്തോട്ടൊക്കെ നല്ല രസമാണ്. ഇത് പിടിപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ പില്ലോ അങ്ങനെ പുറത്തൊന്നും കാണാത്തോലെയാണ് ഇത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനിയുള്ള ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. നല്ല ഭംഗിയായിട്ടുള്ള പ്രീമിയം ആയിട്ട് തോന്നുന്ന ഒരു ഷീറ്റാണ്. ഇതിന്റെ റേറ്റ് എല്ലാം 1000 റുപ്പീസിന് താഴെയാണ്. ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ. സൈഡ് ബോർഡർ ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ എന്താ വൈറ്റ് കളറ്, ഇതെല്ലാത്തിനും കൂടി ഈ ഗ്രേ പോവും കേട്ടോ. നല്ല രസമായിട്ട് നല്ല റൂമിലൊക്കെ നല്ല ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടുള്ള റൂമൊക്കെ ആണെങ്കിലും നല്ല എലിഗന്റ് ആയിട്ട് തോന്നുന്നത്. ഇനി സാധാരണ നമ്മുടെ കട്ടിനിട്ടാലും നമ്മൾ എന്തൊക്കെ ഇട്ടാലും ഉണ്ടല്ലോ, രാവിലെ ബെഡ്ഷീറ്റ് ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് ഒരു സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ബെഡ് തന്നെ ഒന്ന് പിന്നീട് ഒന്ന് പോയി നോക്കി കിടക്കാനൊക്കെ തോന്നുള്ളൂ കേട്ടോ. പഴയ ബെഡ്ഷീറ്റ് ആണെങ്കിലും നമ്മളത് വിരിക്കണം, എല്ലാ ദിവസവും വിരിച്ച് നല്ല ഒന്ന് തൊട്ട് തലോടി എല്ലാം ഒന്ന് ഒരു സുഖമാട്ടോ. എനിക്കറിയാവുന്ന രണ്ടുപേരെ, എൻ്റെ വളരെ അടുത്ത രണ്ടുപേരാട്ടോ, അവർക്ക് രണ്ടുപേർക്കും ഒരേ സ്വഭാവമാണ്. ബെഡൊക്കെ നന്നായിട്ട് വിരിച്ച് നല്ല ഭംഗിയായിട്ടിട്ട് ബെഡൊക്കെ നല്ല എന്താ പറയുന്നത്, നല്ലതായിട്ട് അവർ ഇത് ചക്ക് ചെയ്യുന്ന സ്ഥലം പോലും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കുഴപ്പമുണ്ട്, പിന്നെ നല്ലതായിട്ട് ബെഡ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കിടക്കേണ്ട സമയത്ത് മാത്രം അവിടെ കിടക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ അവിടെ പോയി ഇരിക്കുന്ന പറയും, അവിടെ ആ സൈഡിൽ ആ കസേര ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ സോഫ ഉണ്ടല്ലോ അവിടെ ഇരുന്നോ കേട്ടോ, ബെഡ് കിടക്കാനുള്ളതല്ല ആണേ. അതുകൊണ്ട് വെറുതെ അതിലിരുന്ന് ചുളുക്കരുത്. ഇൻ കേസ് നമ്മൾ ഇരുന്നാൽ തന്നെ അവർ നമ്മൾ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ രണ്ടുപേർക്കും ഒരേ സ്വഭാവമാണ്. അതിങ്ങനെ പിടിച്ചിങ്ങനെ തലോടിക്കൊണ്ടിരിക്കും, കാരണം അവിടെ ചുളു വന്നിട്ടുണ്ടല്ലോ. അപ്പം ആ സ്ഥലത്ത് അങ്ങനെയും ആൾക്കാർ ഇതിനെ ബെഡ്ഷീറ്റ് സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ അവരുടെ ഒരു സ്നേഹമാട്ടോ. എന്നോട് ചോദിച്ചാൽ എനിക്ക് ബെഡ്ഷീറ്റൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെയൊന്നും പോയി തടവത്തില്ല. പക്ഷെ എനിക്ക് ഇതിനോട് സ്നേഹമൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല ബെഡ്ഷീറ്റാണ്. ഇത് ചെക്ക് ഡിസൈൻ ആണ്. നല്ല ഓറഞ്ച്, നല്ലൊരു റെഡ്, നല്ലൊരു മഞ്ഞ കളറ്, പിന്നെ സൈഡ് ബോർഡർ നല്ലൊരു കളറ്,
വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല പ്രകാശം തോന്നും. അത് തന്നെയല്ല ഇപ്പൊ സ്കൂളൊക്കെ അവധി ആയതുകൊണ്ട് പിള്ളേർ ഓടി വന്ന് കിടന്നാലും കളിച്ചാലും ഒക്കെ ചെളി പറ്റി അറിയത്തില്ല. പക്ഷെ നല്ല പ്രകാശമായിട്ട് നല്ല ഭംഗിയായിട്ട് റൂമിന് നല്ല വെട്ടം തരുന്ന ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഈ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റിന് റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ക്യൂൺ സൈസ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു എന്താ പറയുന്നേ, ചേച്ചി ഇതിനകത്തില്ലേ പില്ലോ കവർ ഉണ്ടോന്നേ. പില്ലോ കവർ ഇല്ലാതെ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ തരത്തില്ല. എല്ലാ ബെഡ്ഷീറ്റിൻ്റെ കൂടെ പില്ലോ കവേഴ്സ് ഉണ്ടാവും. കിങ് സൈസ് ഉണ്ടാവും, ക്യൂൺ സൈസ് ഉണ്ടാവും. സിംഗിൾ ആണെങ്കിലും സിംഗിൾ വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ പറയുകയാണ്, സിംഗിൾ ബെഡ്ഷീറ്റ് ഒരുപാട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പല പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു രസമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള എന്താ പറയുന്നേ, നല്ലൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ക്യൂൺ സൈസ് ആണ്. ഇതിന് സെന്റർ പോർഷൻ ഇങ്ങനെയാണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ്. ഡാർക്ക് കളറാണെങ്കിലും വൈറ്റ് ചെറിയ പൂക്കളാകുമ്പോൾ നല്ല രസത്തിലായിട്ടുണ്ടാവും കേട്ടോ. ഡാർക്ക് കളേഴ്സ് നല്ല ഭംഗിയാണ്. വിരിച്ച ചില സമയത്ത് അത് ഒരു നല്ല സന്തോഷം തോന്നും കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ട് തോന്നും കേട്ടോ. ഇനിയുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷീറ്റാണ്. ഈ ഷീറ്റ് ആക്ച്വലി എനിക്കൊരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിത് വീഡിയോയിൽ കാണിച്ചു തന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് അപ്പുറത്തെ സെക്ഷനിൽ ഇരുന്നപ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ എനിക്കിതിപ്പോൾ എടുത്തപ്പോൾ തോന്നി ഞാനിത് കാണിച്ചിട്ടുണ്ടോ എന്ന് കേട്ടോ. അത് ഈ ദിവസങ്ങളിൽ തന്നെ കാണിച്ചോ എന്ന് എനിക്ക് സംശയം തോന്നി. അതില്ലെങ്കിൽ നമ്മളിത് മടക്കുന്ന ദിവസമോ ഇങ്ങനെ എടുക്കുന്ന ദിവസം നമ്മളുടെ അടുത്തോട്ട് ഇത് ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും കേട്ടോ. എന്തായാലും ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. നല്ല രസമാണ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള നല്ല ഷെയ്ഡാണ്. പിസ്ത ഗ്രീനിന്റെ ഒരു ഇടയ്ക്ക് ഭയങ്കര ഫാഷനായിരുന്നു പിസ്ത ഗ്രീൻ ചുരിദാറുകൾ. നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോളെ, ഞാൻ കുഞ്ഞായിരുന്നു കേട്ടോ, ഇപ്പം എനിക്കറിയത്തില്ല. നല്ല രസമാണ്. അപ്പോൾ അന്നൊന്നും പിസ്ത ഗ്രീനൊക്കെ വളരെ റെയർ ആയിട്ട്, ഇപ്പം എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ ക്യൂൺ സൈസും കാണിച്ചു, കിങ് സൈസും കാണിച്ചു. മാഗ്നിസ്കേപ്സ് വരേണ്ട വഴിയുണ്ടല്ലോ, എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. അതായത് നമ്മുടെ മെട്രോ പില്ല നമ്പർ 795. അവിടെ വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോഴും HP വേൾഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു കമ്പ്യൂട്ടറിൻ്റെ കടയുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ അവൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ വേറെ ലാൻഡ്മാർക്ക് നിങ്ങൾ HP വേൾഡ് നോക്കിയാൽ മതി. ആ സൈഡിൽ തന്നെയാണ്, HP വേൾഡിൻ്റെ സൈഡിൽ തന്നെയാണ് ചെറുപറമ്പത്ത് റോഡ്. അതിലെ വഴിക 200 മീറ്റർ വരുമ്പോഴത്തേനും മാഗ്നിസ്കേപ്സിൻ്റെ ബോർഡ് കാണാം. അവിടുന്ന് ജസ്റ്റ് ഒരു റൈറ്റ്, ജസ്റ്റ് ഒന്ന് തീർന്നാൽ മതി, ജസ്റ്റ് ഒരു റൈറ്റ്. സെക്കൻഡ് ഗേറ്റ് ആണ് മാഗ്നിസ്കേപ്സിൻ്റെ. നിങ്ങൾ വരുമ്പോഴില്ലേ മാഗ്നിസ്കേപ്സിൻ്റെ ഗേറ്റ് കാണുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ ബാക്കിൽ, അതായത് ബാക്ക് വശത്ത് പേ ആൻഡ് പാർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പേ ചെയ്തിട്ട് ഇവിടെ വരാം. ബാക്കി കാര്യം നമ്മൾ നോക്കിക്കോളാം കേട്ടോ. അയ്യോ അവിടെ പേ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, അവിടെ പേ ചെയ്തോളൂ. പക്ഷെ ഇവിടെ നമ്മളെല്ലാം ചെയ്തു തരും കേട്ടോ. അപ്പം ലൈക്ക് നമ്മുടെ സത്യം പറഞ്ഞാൽ മാഗ്നിസ്കേപ്സിന്റെ ബിൽഡിങ്ങിന്റെ പുറത്ത് ഒരു വണ്ടിക്കുള്ള പാർക്കിംഗ് ഉണ്ട്. പക്ഷെ ചില സമയത്ത് അത് കാണത്തില്ല. അപ്പം ഞാൻ അത് എടുത്തു പറയാം. ചില സമയത്ത് അവിടെ കാണും, ചില സമയത്ത് ഉണ്ടാകത്തില്ല. വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. താങ്ക്